ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2024 ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും ലയൺസ് ചാർട്ടേഡ് മെമ്പറുടെ വിവാഹ വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. ചേലക്കര ലയൺസ് ക്ലബിന്റെ 2024 വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും ലയൺ ചാർട്ടേഡ് മെമ്പർ രാജഗോപാലൻ നായരുടെയും ശോഭ രാജഗോപാലൻ എന്നിവരുടെ 50ാം വിവാഹ വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. പരിപാടിയിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വി.ആർ. ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ ലയൺ ഡോക്ടർ കെ.സി. വർഗീസ്, റീജിയൻ ചെയർപേഴ്സൺ ലയൺ മത്തായി പാലക്കാട്, ലയൺ സോൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ മനോജ് തോട്ടത്തിൽ, ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. അതുപോലെ തന്നെ പുതുവർഷത്തിന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, രക്ഷയുടെ പ്രതീകമായ ജീസസിന്റെ ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇപ്പൊ നമ്മൾ പുതുവർഷത്തിന്റെ 2025ലേക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. 2025 എനിക്ക് ഇവിടെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ 2025 മാനിഫെസ്റ്റ് ചെയ്യണം. 2025 ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 2024 എന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ദുബായിൽ പോകുക എന്നുള്ളത്. 2024 എനിക്ക് ദുബായിൽ 5 ദിവസം പോയി അവിടെ താമസിക്കാനായിട്ട് സാധിച്ചു. അപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആയി മാറേണ്ടത്, എന്താണ് ആകേണ്ടത്, അത് ഫീൽ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇവിടെ എഴുത്തുകാരുണ്ട് ഈ ഗ്രൂപ്പില്, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അധ്യാപകരുണ്ട്, വ്യത്യസ്ത ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നിങ്ങൾ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഗോള് സെറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുക. CCV ന്യൂസ്, ചേലക്കര.